ചികിത്സയ്ക്കായി 3 കോടിയിലധികം പിരിച്ചു നൽകിയ ചാരിറ്റി പ്രവർത്തകന് രോഗിയുടെ കുടുംബം ഇന്നോവ ക്രിസ്റ്റ സമ്മാനമായി നൽകി. സോഷ്യൽ മീഡിയ ചാരിറ്റി പ്രവർത്തകൻ ഷമീർ കുന്നമംഗലത്തിനാണ് രോഗിയുടെ കുടുംബം കാർ നൽകിയത്. സംഭവം വിവാദമായതോടുകൂടി ഷമീർ കുന്നമംഗലം കാർ തിരിച്ചു നൽകിയിട്ടുണ്ട്. അരുൺ അമൃതനാഥ് വിവരങ്ങളുമായി ചേരുകയാണ്. അരുണ്, ഇന്നലെയൊക്കെ സോഷ്യൽ മീഡിയ മുഴുവൻ ഇക്കാര്യമായിരുന്നു പ്രചരിച്ചുകൊണ്ടിരുന്നത്. ഈ കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി വേണ്ടിയിരുന്നത് 3 കോടി രൂപ, സമ്മാനമായി നൽകിയ കാറിന്റെ തുക 25 ലക്ഷം രൂപയാണ്. 25 ലക്ഷം രൂപയുടെ കാർ നൽകാനാകുന്ന കുടുംബത്തിന് ഈ ചാരിറ്റിയിലൂടെ പണം സമ്പാദിക്കേണ്ടിയിരുന്നു, സ്വരൂപിക്കേണ്ടിയിരുന്നു എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അത് നൽകിയതിനെ തുടർന്ന് വലിയ വിവാദവും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ കാർ തിരിച്ചു കൊടുത്തു, എന്തൊക്കെയാണ് നടക്കുന്നത്? അക്ഷയ, ആര്യ, അത്തരത്തിൽ വലിയൊരു വിവാദമായിരിക്കുകയാണ്. അതിന് പിന്നാലെ ന്യായീകരണവുമായി ഈ ചാരിറ്റി പ്രവർത്തകനും എത്തിയിട്ടുണ്ട്. എന്തായാലും സംഭവം എങ്ങനെയാണ്? ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ശ്രദ്ധേയനായ ചാരിറ്റി പ്രവർത്തകനാണ് ഈ ഷമീർ കുന്നമംഗലം. അങ്ങനെ ഈ ഷമീർ കുന്നമംഗലത്തെ സഹായവുമായി ഈ മുതുവല്ലൂരുള്ള ഒരു കുടുംബം സമീപിക്കുകയായിരുന്നു. അതായത് 14 വയസ്സുകാരന് സ്പൈനൽ മസ്കുലാർ അട്രോഫി ബാധിച്ച് ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ ബന്ധപ്പെടുന്നത്. അങ്ങനെ ഈ ഷമീർ കുന്നമംഗലം ഇവിടെ എത്തി ചില വീഡിയോകളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച് അത്തരത്തിൽ ധനസമാഹരണം നടത്തി 3.5 കോടി രൂപയാണ് സമാഹരിച്ചത്. അതിന് പിന്നാലെ ഒരു ആദര സൂചകമായ ഒരു ചടങ്ങ് സംഘടിപ്പിച്ചു. ഈ ചടങ്ങിൽ വെച്ചാണ് ഈ കുടുംബാംഗങ്ങൾ ഒരു ഇന്നോവ ക്രിസ്റ്റയുടെ ചാവി ഷമീറിന് കൈമാറുന്നത്. അവിടെ ആ വേദിയിൽ വെച്ച് തന്നെ കൊണ്ടോട്ടി MLA TV ഇബ്രാഹിമിന് ഷമീർ തൻ്റെ പഴയ വാഹനം കൈമാറുകയും ചെയ്തു. പഴയ ഇന്നോവയായിരുന്നു ഷമീർ ഉപയോഗിച്ചുകൊണ്ട് അത് ഈ കൊണ്ടോട്ടി MLAക്ക് കൈമാറുകയും ചെയ്തു. പിന്നാലെയാണ് ഇത് വിവാദമായത്. ഇത്തരത്തിൽ ഈ തുക സമാഹരിച്ചുകൊണ്ട് ഇങ്ങനെ ഇന്നോവ വാങ്ങിയത് സമയത്ത് എന്തുകൊണ്ട് ഈ കുടുംബം കാർ നൽകി എന്നുള്ളതിനൊരു വിശദീകരണമൊക്കെ ഷമീർ നൽകുന്നുണ്ടായിരുന്നു. താൻ ഈ പണപ്പിരിവിന് വേണ്ടി തൻ്റെ ഈ പഴയ കാറിൽ പോകുമ്പോൾ അത് പലയിടത്തും വെച്ച് ബ്രേക്ക് ഡൗൺ ആകുന്നു, ഇടയ്ക്കിടയ്ക്ക് വർക്ക്ഷോപ്പിൽ കയറ്റേണ്ടി വരുന്നു എന്നൊക്കെ ഒരു തൊടുന്യായം പറയുന്നുണ്ടായിരുന്നു. ഇത്രയും ഇതിപ്പോ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ കമ്മീഷൻ കിട്ടുന്ന കാലമാണോ? അതായത് ഇപ്പോൾ ആര്യ പ്രധാനമായും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരിക്കലും കുടുംബം വാങ്ങി നൽകിയതല്ല. ഈ കമ്മിറ്റി അംഗങ്ങളും മറ്റ് ആളുകളുമായി ബന്ധപ്പെട്ട ആളുകൾ നൽകിയ കാറാണെന്നാണ് ഷമീർ പറയുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ ഈ വാഹനം അവിടെ വെച്ച് പിന്നീട് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ കാറ് വിവാദമായതോടെ തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. പിന്നാലെ തന്നെ ഷമീർ പറയുന്ന മറ്റൊരു കാര്യം, മറ്റൊരു ചാരിറ്റി പ്രവർത്തകൻ ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തുകയാണ്. അതായത് നൽകിയത് പുതിയ കാറല്ല, ഒരു സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് കാറാണ് ഷമീറിന് വേദിയിൽ വെച്ച് നൽകിയത്. അത് പുതിയ ഇന്നോവ ക്രിസ്റ്റ 35 ലക്ഷത്തോളം വില വരുന്ന ഇന്നോവ ക്രിസ്റ്റയാണെന്ന് പ്രചരിപ്പിക്കുകയാണ് മറ്റൊരു ചാരിറ്റി പ്രവർത്തനം ചെയ്തതെന്നൊക്കെയാണ് ഷമീർ കുന്നമംഗലം ഇപ്പോൾ എന്തായാലും പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും സംഭവം വലിയ വിവാദമായിരിക്കുകയാണ്. ഇത്തരത്തിൽ ധനസമാഹരണമൊക്കെ ഒരുപാട് പേർക്ക് ഉപകാരമാകുന്ന സോഷ്യൽ മീഡിയ വഴിയൊക്കെ കുറേ പേര് സമീപകാല ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. അതിനിടെ ഇത്തരം ഒരു വിവാദം കൂടി വരുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾ കൂടി മങ്ങലേൽപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് നൽകിയത്